ഹായ് ഫ്രണ്ട്സ്, 10ാം ക്ലാസ് ലെവൽ പരീക്ഷകൾ തൊട്ട് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വരെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു SCERT ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റുകൾ അതുപോലെയും ഫാക്റ്റുകൾ അതുപോലെയും ചോദിക്കാറുണ്ട്. അപ്പം നമുക്കിത് ഡിസ്കസ് ചെയ്യാം. കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യം തന്നെ ഒരു ഡയറിയുടെ രൂപത്തിലുള്ള ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഡയറി ആരെഴുതിയതാണെന്ന് പറയുന്നതെന്നറിയുമോ? വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനായ അൽവാരോ വെൻഹോവിൻ്റെ ഡയറി കുറിപ്പുകളാണ് ഇതെന്നാണ് പറയുന്നത്. ആരുടെയാണ്? അൽവാരോ വെൻഹോവിൻ്റെ ഡയറി കുറിപ്പുകളാണെന്നാണ് പറയുന്നത്. ആ പേര് ഓർത്തിരിക്കണം, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 1498 മെയ് 20. ഈ ഡേറ്റിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ ഡേറ്റിലാണ് അവർ വരുന്നത് എന്നാണ് അതിനർത്ഥം. ഇവിടെ ഈ കുറിപ്പിൽ പറയുന്നത് അവർ കരയോടടുത്തപ്പോഴുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അവർ കരയോടടുക്കുന്നു, അതായത് നമ്മുടെ ഇന്ത്യ ലക്ഷ്യമിട്ട് അവിടുന്ന് ഒരു കപ്പലിൽ അവർ വരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കരയോടാണ് അവർ അടുക്കുന്നത്. അങ്ങനെ അടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ, അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. നോക്കൂ, ഈ ഡയറി കുറിപ്പിൽ പ്രധാനമായിട്ടും കരയോടടുക്കുമ്പോൾ അവരുടെ ലക്ഷ്യസ്ഥാനം കലൈക്കുറ്റാണെന്ന് പറയുന്നുണ്ട്. ഈ കലൈക്കുറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടിനെ പോർച്ചുഗീസുകാരെ അഭിസംബോധന ചെയ്യുന്ന പേരാണ്. ഇതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. കലൈക്കുറ്റെന്നാണ് കോഴിക്കോടിനെ അവർ അഭിസംബോധന ചെയ്തിരുന്നത്. അടുത്തത് കാപ്യ എന്നാണ് കാപ്പാടിനെ അഭിസംബോധന ചെയ്തിരുന്നത്. പിന്നെ ഈ കുറിപ്പിൽ വേറൊരു പട്ടണത്തെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. പന്തരീനി അല്ലെങ്കിൽ പന്തലായിനി എന്ന പട്ടണത്തെ പറ്റിയിട്ടും പരാമർശിക്കുന്നുണ്ട്. ഞാനിവിടെ 5 പോയിന്റുകളാണ് ഈ ഒരൊറ്റ പേജിൽ നിന്ന് പറഞ്ഞത്. ഒന്ന്, ഈ ഡേറ്റ് 1498 മെയ് 20. രണ്ടാമത്തെ കാര്യം, കലൈക്കുറ്റെന്ന് കോഴിക്കോടിനെ വിളിച്ചിരുന്നു. മൂന്നാമത്തെ കാര്യം, കാപ്യ എന്ന് കാപ്പാടിനെ വിളിച്ചിരുന്നു. പന്തരീനി എന്നൊരു പട്ടണത്തെ പറ്റി പറയുന്നുണ്ട്. ഇത് ആരുടെ ഡയറി കുറിപ്പാണ്? അൽവാരോ വെൻഹോവിൻ്റെ ഡയറി കുറിപ്പാണ്. അപ്പോൾ അൽവാരോ വെൻഹോവ് വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിൽ വന്ന പോർച്ചുഗീസ് നാവികരിൽ ഒരാളായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പേജിലുള്ളത്. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് യൂറോപ്യർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തുന്നത്. നമ്മൾ ആ ഡേറ്റ് കണ്ടായിരുന്നു. കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ പ്രധാനികൾ അറബികളും ചൈനക്കാരുമായിരുന്നു. ഇവർക്ക് മുന്നേ കേരളവുമായിട്ട് ആർക്ക് വ്യാപാരമുണ്ടായിരുന്നു? അറബികൾക്കും ചൈനക്കാർക്കും. അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർട്ടുഗീസുകാരുടെ ലക്ഷ്യം. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർട്ടുഗീസുകാർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറാകാതിരുന്നത് പോർച്ചുഗീസുകാരെ കുപിതരാക്കുന്നുണ്ട്. കോഴിക്കോടിൻ്റെ ശത്രു രാജ്യമായ കൊച്ചിയിൽ താവളമുറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ അവർ പരിശ്രമിച്ചു. അപ്പോൾ പറഞ്ഞു വന്ന എന്താണ്? അറബികളും ചൈനക്കാരുമായിട്ട് നമുക്ക് മുൻപേ തന്നെ, കേരളത്തിന് മുൻപേ തന്നെ വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഈ വ്യാപാര ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ, കോഴിക്കോട് സാമൂതിരിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും സാമൂതിരി തയ്യാറാകാത്തതുകൊണ്ട് കോഴിക്കോടിൻ്റെ ശത്രു രാജ്യമായ കൊച്ചിയിൽ താവളമുറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ പോർച്ചുഗീസുകാരെന്ത് ചെയ്തു? പരിശ്രമിച്ചു. കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും വിജയിക്കാനായില്ല. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചു. കുരുമുളകിന് വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി. അപ്പം ഓർത്തിരുന്നോണം, ഇതെല്ലാം ആ ടെക്സ്റ്റിലുള്ള എക്സാക്റ്റ് സെൻറ്റൻസുകളാണ്. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതോടെ അവർക്ക് കേരളം വിട്ടുപോകേണ്ടി വന്നു. അങ്ങനെ ഡച്ചുകാരും പോകുന്നുണ്ട്. എന്ന് 1741 കുളച്ചൽ യുദ്ധത്തിൽ ആരെയാണ് പരാജയപ്പെടുത്തുന്നത്? ഡച്ചുകാരെ. ആരാണ് പരാജയപ്പെടുത്തുന്നത്? നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. കുഞ്ഞാലിമരക്കാർമാർ കോഴിക്കോട്ട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലിമരക്കാർമാർ.
കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. ഇവർ 4 പേരുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത്. ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്തഹുൽ മുബീൻ. വ്യക്തമായ വിജയം. ആരുടേതാണ് ആ കൃതി? ഖാസി മുഹമ്മദിൻ്റെ. എന്ന് എഴുതിയത്? 16-ാം നൂറ്റാണ്ടിൽ. അറബി ലാംഗ്വേജിലാണ് എഴുതിയത്. ഫത്തഹുൽ മുബീൻ എന്നാണ് ഈ കൃതിയുടെ പേര്. അതിനർത്ഥം എന്താണ്? വ്യക്തമായ വിജയം. എന്തിനെ പ്രകീർത്തിച്ചുകൊണ്ടായിരുന്നു? ചാലിയങ്കോട്ട ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതിനെ പ്രകീർത്തിച്ചുകൊണ്ടായിരുന്നു. ഈ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട കുഞ്ഞാലിമരക്കാർ പിടിച്ചെടുത്തതിനെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ കാവ്യമാണ്. ഇസ്ലാം മതത്തിനും ഹിന്ദുധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിടും ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ എന്ന വരികൾ അക്കാലത്തെ സാമുദായിക സൗഹാർദ്ദത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു വരി കണ്ടാൽ അത് എന്തിലേതാണെന്ന് ഓർത്തിരിക്കണം? ഫത്തഹുൽ മുബീനിലേതാണെന്ന് ഓർത്തിരിക്കണം. കുളച്ചിൽ യുദ്ധം. കുളച്ചിൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. പ്ലാസി യുദ്ധത്തെ പോലെ ഇതും ഒരു മഹായുദ്ധമൊന്നും ആയിരുന്നില്ല. പക്ഷേ കേരളം, മലബാർ പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചിൽ യുദ്ധം. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് മുക്തി നേടാൻ പിന്നീട് ഒരിക്കലും അവർക്ക് കഴിഞ്ഞില്ല. ഇതുതന്നെയാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായ ധാർമ്മിക നേട്ടവും. നോക്കൂ, ഇത് അദ്ദേഹം നമ്മുടെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അംഗമാണ്. ഫസൽ അലി കമ്മീഷനിലെ ഒരു അംഗമാണ്. അദ്ദേഹം ഒരു ഹിസ്റ്റോറിയനും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് കേരള എന്ന ബുക്കിൽ അദ്ദേഹം കുളച്ചിൽ യുദ്ധത്തെ പറ്റി എഴുതിയിരിക്കുന്ന വരികളാണ് നമ്മൾ ഈ വായിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലും പാണ്ഡികശാലകൾ, സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുവാനുള്ള അനുമതി കമ്പനി കരസ്ഥമാക്കി. എവിടേക്കാണ്? വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങിലൊക്കെ എന്ത് സ്ഥാപിക്കാൻ? പാണ്ഡികശാലകൾ സ്ഥാപിക്കുവാനുള്ള അനുമതി കമ്പനി കരസ്ഥമാക്കി. ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അവകാശവും അനുവാദവും നേടിയെടുത്തു. ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദവും നേടിയെടുത്തു. പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി അങ്ങനെ അഞ്ചുതെങ്ങ് മാറി. അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇത് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നു. ആറ്റിങ്ങൽ കലാപം 1721 ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിലെ തന്നെ ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. വർഷം 1721. ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുമായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചതിനെയാണ് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായാണ് ആറ്റിങ്ങൽ കലാപത്തെ കണക്കാക്കുന്നത്. ഇതൊരു എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അങ്ങനെ നമ്മുടെ ടിപ്പു സുൽത്താനെയൊക്കെ തോൽപ്പിച്ച് ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിടുന്നുണ്ട് ഈ ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം. അപ്പോൾ ഈ യുദ്ധങ്ങൾക്ക് ഫലമായിട്ട് 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിടുന്നതോടുകൂടി മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലാകുന്നുണ്ട്. 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി എന്നാണ് 1792. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. അതായത് ബ്രിട്ടൻ്റെ കീഴിൽ നിന്ന് ഭരിച്ചുകൊള്ളാം എന്ന് അംഗീകരിച്ചു. പകരമായി ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം അവർ ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തു. മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ്, എവിടെയൊക്കെ ഡയറക്റ്റ് റൂൾ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് ഭരണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മലബാറിൽ നേരിട്ട് ഭരിച്ചു, കൊച്ചിയിലും തിരുവിതാംകൂറും നേരിട്ടല്ല, സാമന്ത രാജാക്കന്മാർ വഴി ആണ് ഭരണം നടത്തിയത്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചുരുക്കത്തിൽ 18-ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിലായി. ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എന്നുള്ള അർത്ഥത്തിലാണ്.
ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ. രാഷ്ട്രീയാധിപത്യം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും അധികാരത്തിൽ ഇടപെടാൻ തുടങ്ങി. നൂറ്റാണ്ടുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശങ്ങളുടെയും മേലുള്ള കൈകടത്തലുകൾ അവർക്കിഷ്ടമായില്ല. ഇതിനെതിരെ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ വളർന്നു വന്നു. നമുക്കറിയാം, വളരെ ചെറിയ ചെറിയ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ നമ്മളുടെ ഇന്ത്യയിൽ നിലനിൽപ്പുണ്ടായിരുന്നു. ഈ ഓരോ നാട്ടുരാജ്യങ്ങളിലും രാജാക്കന്മാർ സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി അവരുടെ ജനങ്ങളെ ഭരിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോഴാണ് പുറത്തുനിന്നൊരു ശക്തി, ബ്രിട്ടീഷുകാരൊരു പുറത്തുനിന്നൊരു ശക്തിയായിട്ട് വരുന്നത്. ഈ അധികാരത്തിലുള്ള ഇടപെടൽ സ്വാഭാവികമായിട്ടും അവരിൽ എന്തുണ്ടാക്കി? അമർഷമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇവരെന്ത് തീരുമാനിച്ചു? പല രീതിയിൽ ചെറുത്തുനിൽപ്പുകൾ വളർന്നു വന്ന് തുടങ്ങി. ഇത് കാരണം വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിൽ നിന്നുള്ള ഒരു പോർഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ വരികൾ ചിലപ്പോൾ തരാൻ സാധ്യതയുണ്ട്. ഇതുവരെ ചോദിച്ചിട്ടില്ല ഇത്. പക്ഷേ ഇത് കുണ്ടറ വിളംബരത്തിൽ നിന്നുള്ളൊരു ഭാഗമാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പഴശ്ശി കലാപങ്ങൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. മാത്രമല്ല, വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഈ കാരണങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഒന്ന്, മൈസൂറിനെതിരെ യുദ്ധം ചെയ്യാൻ ബ്രിട്ടീഷുകാരെ ആര് സഹായിച്ചിരുന്നു? പഴശ്ശിരാജ സഹായിച്ചിരുന്നു. അപ്പോൾ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജയ്ക്ക് തരാമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നു. ആ വാഗ്ദാനം പാലിച്ചില്ല എന്ന് മാത്രമല്ല, വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ ഞങ്ങൾക്ക് വയനാട്ടിൽ അവകാശം വേണം, അല്ലെങ്കിൽ വയനാടിന് മേൽ അവകാശം ഉന്നയിക്കുകയും ചെയ്തു. പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായ ഒളിപ്പോർ നടത്തി. പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. അവിടെ ഒരു പഴശ്ശി സ്മാരകത്തിൻ്റെ പടം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എവിടെയാണത്? മാനന്തവാടിയിലാണ്. ഒന്നുകൂടെ നോക്കൂ, ആരൊക്കെയായിരുന്നു പഴശ്ശിരാജയുടെ കൂടെ സഹായികളായിട്ടുണ്ടായിരുന്നത്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, കുറിച്യ നേതാവായിട്ടുള്ള തലക്കൽ ചന്തു. എന്നാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത്? 1805 നവംബർ 30 ആണ് അദ്ദേഹം വധിക്കപ്പെടുന്നത്. കേരളസിംഹം. കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജയെന്നും കൊട്ടിയോട്ട് രാജയെന്നുമാണ് വിശേഷിപ്പിച്ചിരുന്നത്. കൊട്ടിയോട്ട് രാജ എന്നറിയപ്പെടുന്നത് ആരെയാണ്? പഴശ്ശിരാജയെ തന്നെയാണ്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ കേരളസിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായാണ് നോവലിലെ പരാമർശം. വേലുത്തമ്പിയും പാലിയത്തച്ഛനും. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരായാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡൻറ്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ദിവാൻമാരായിരുന്നു വേലുത്തമ്പിയും പാലിയത്തച്ഛനും. എന്നാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്? 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്. ബ്രിട്ടീഷ് റെസിഡൻ്റായിട്ടുള്ള മക്കാളയുടെ ഔദ്യോഗിക വസതി അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും കൂടെ സംയുക്ത സൈന്യം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ ഇത് നമ്മുടെ പുസ്തകത്തിലുള്ള അതേ ഫിഗറാണ്. മണ്ണടിയിലെ വേലുത്തമ്പി ദളവയുടെ പ്രതിമയും സ്മാരകവും. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കി. പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തി. പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചു. ജനകീയ ചെറുത്തുനിൽപ്പുകൾ അപ്പോഴും തുടങ്ങുന്നുണ്ടായിരുന്നു. ജനങ്ങൾ പല രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ രാജാക്കന്മാർക്കൊക്കെ എന്ത് തിരിച്ചടി നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുവിധം ഇതുമാതിരിയുള്ള എതിർപ്പുകളെ അടക്കി നിർത്താൻ കഴിഞ്ഞു.
കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമാകുന്നു. ഭരണ നിയന്ത്രണം ഏറ്റെടുത്തോടെ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കൈക്കലാക്കുകയും അവരുടെ നാട്ടിലുണ്ടാക്കുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്തു. ഇതോടെ സ്വയം പര്യാപ്തമായിരുന്ന നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമായി മാറി. വ്യാപാരം സുഗമമാക്കാൻ വേണ്ടിയിട്ട് മലബാറിലും കൊച്ചിയിലുമൊക്കെ തിരുവിതാംകൂറിലുമൊക്കെ നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കി. വ്യാപാരത്തിനായി ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ റോഡുകളും പാലങ്ങളും റെയിൽ പാളങ്ങളും പണിതു. ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ തുറമുഖങ്ങൾ വികസിപ്പിച്ചു. എന്തൊക്കെയായിരുന്നു കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്? നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര്. ഒന്നുകൂടെ പറയാം. നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര് എന്നിവ കയറ്റുമതി ചെയ്യപ്പെടുകയും ഇറക്കുമതി ചെയ്യപ്പെട്ടത് എന്തൊക്കെയാണ്? തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹോൽപ്പന്നങ്ങൾ. അതായത് ഇവിടുന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുപോകും. ആ റോ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് എന്തോ ചെയ്യും? ഫൈനൽ പ്രൊഡക്റ്റാക്കി നമ്മുടെ ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കുക. ഇതായിരുന്നു പൊതുവെയുള്ള കോളനൈസേഷനിലുള്ള എല്ലായിടത്തും ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അവർക്ക് വേണ്ടുന്ന ഒരു റോ മെറ്റീരിയൽസ് എല്ലാം, അസംസ്കൃത വസ്തുക്കളെല്ലാം ഇവിടുന്ന് ശേഖരിച്ച് കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ അത് കൊണ്ടുവന്ന് ഫൈനൽ പ്രൊഡക്റ്റാക്കി വിൽക്കുക. ഇവിടുന്ന് ശർക്കര കൊണ്ടുപോയി ഇവിടെ പഞ്ചസാരയാക്കി കൊണ്ട് വിൽക്കുക. ഇരുമ്പയിര് കൊണ്ടുപോയിട്ട് ലോഹ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ട് വിൽക്കുക. ഇതാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരുന്നത്. റെയിൽപാത. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെ നീണ്ടുകിടന്ന റെയിൽപാത 1861 നിർമ്മിച്ചത്. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും റെയിൽവേയെ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തി. ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. ബ്രിട്ടീഷ് ഭൂമിയുടെ മേൽ ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റം വരുത്തി. പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂ ഉടമകളായി കണക്കാക്കുകയും ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ലോഗൻ കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയതോടെ കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമെങ്കിലും അവകാശം ലഭിച്ചു. ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് വേണ്ട ഫാക്റ്റ് എന്താണെന്നറിയാമോ? മാപ്പിള കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ്റെ പേരെന്താ? ലോഗൻ കമ്മീഷൻ. പിന്നെ അതിൻ്റെ തൽഫലമായിട്ട് വരുന്ന ഒരു നിയമമാണ് മലബാർ കുടിയായ്മ നിയമം എന്ന് 1929. ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ജന്മിമാരെയെല്ലാം പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂമിയുടെ ഉടമകളായിട്ട് കണക്കാക്കുകയും ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി സെറ്റിൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർ ഈ അധിക നികുതി ഭാരം കുടിയാന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത്. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തന്നെ ഭൂ ഉടമ ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാരവക, സർക്കാർ വക ഭൂമിയായി മാറി. പണ്ടാരവക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു. ഇത് പണ്ടാരപ്പാട്ട വിളംബരമെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ് വന്നത്? 1865 തിരുവിതാംകൂർ സർക്കാരാണ് പുറപ്പെടുവിക്കുന്നത്. എന്തായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായിട്ട് നൽകിക്കൊണ്ടുള്ള വിളംബരമായിരുന്നു ഇത്. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരവും തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം ലഭിച്ചു. ഭൂരിഭാഗം കുടിയാന്മാരും തിരുവിതാംകൂറിൽ നാമമാത്രമായ ഭൂവുടമകളായി മാറി. ഇതിനു പകരം അവർ സർക്കാരിലേക്ക് വലിയ നികുതി അടയ്ക്കേണ്ടി വന്നു. തിരുവിതാംകൂറിലെ കർഷകരും നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടി. 1914 കൊച്ചിയിലെ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ നിലവിൽ വന്ന ഡേറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, തിരുവിതാംകൂറിൽ 1865 വന്ന പണ്ടാരപ്പാട്ട വിളംബരം, കൊച്ചിയിൽ 1914 വന്ന കുടിയായ്മ നിയമം, മലബാറിൽ 1929 വന്ന മലബാർ കുടിയായ്മ നിയമം. ചിലപ്പോൾ ഇത് ക്രൊണോളജിക്കൽ ഓർഡറിൽ ഇതിൽ ഏതാണ് ആദ്യം വന്നത് എന്ന രീതിയിൽ ഓർഡറിൽ എഴുതാൻ ചോദിക്കാം. കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം. ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളങ്ങളിൽ ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിൽ കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവ
വൻകിട തോട്ടങ്ങളിലായി കൃഷി ചെയ്യാൻ തുടങ്ങി. മറ്റു വിളകൾ കൃഷി ചെയ്തതോടെ നെല്ലിൻ്റെ ഉൽപ്പാദനം കുറയുകയും പല പ്രദേശങ്ങളിലും ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു. ഇതിനു പരിഹാരമായി ഇതേ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാരനായ കൊനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നത്. തോട്ടങ്ങൾ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലായിരുന്നു. വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകുകയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തുകയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷി പ്രോത്സാഹിപ്പിച്ചു. കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായി മാറി. കൊനോലി പ്ലോട്ട്. വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ തേക്കുമരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായി വന്നു. തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്കുമരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ കളക്ടറായ ഹെൻറി വാലന്റൈൻ കൊനോലിയെ കമ്പനി ചുമതലപ്പെടുത്തി. നിലമ്പൂർ മേഖലയിലെ 1500 ഏക്കറിലും കൊനോലി തേക്ക് വെച്ച് പിടിപ്പിച്ചു. ഇത് പിന്നീട് കൊനോലി പ്ലോട്ട് എന്നറിയപ്പെടുന്നു. എവിടെയാണ് കൊനോലി പ്ലോട്ട് ഉള്ളത്? നിലമ്പൂരിലെ തേക്ക് തോട്ടത്തെയാണ് കൊനോലി പ്ലോട്ട് എന്നറിയപ്പെടുന്നത്. തോട്ട വ്യവസായത്തിൻ്റെയും പരമ്പരാഗത വ്യവസായത്തിൻ്റെയും വളർച്ച. തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ ആരംഭിച്ചു. തേയില, കാപ്പി, റബ്ബർ എന്നിവ തോട്ടമേഖലയിൽ വളർന്നു വന്ന വ്യവസായങ്ങളാണ്. നാളികേരം, കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളും ശക്തിയാർജിച്ചു. എണ്ണയാട്ടു മില്ലുകൾ കേരളത്തിൽ വ്യാപകമായി. ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം. 1859 ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമാകുന്നുണ്ട്. അപ്പം നമ്മളിവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്? തേയില, കാപ്പി, റബ്ബർ. ഇതൊക്കെ തോട്ടമേഖലകളിൽ വളർന്നു വന്ന വ്യവസായങ്ങളാണ്. നാളികേരം, കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും ശക്തി ആർജിക്കുന്നുണ്ട്. ഇത് പരമ്പരാഗത വ്യവസായങ്ങളാണേ. അപ്പം ഏതാണ് കേരളത്തിൻ്റെ പരമ്പരാഗത വ്യവസായങ്ങൾ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നോക്കി വയ്ക്കണം. എണ്ണയാട്ടു മില്ലുകൾ കേരളത്തിൽ വ്യാപകമാകുന്നുണ്ട്. പിന്നെ ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം. അതുപോലെ തന്നെ കയർ ഫാക്ടറി 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമാവുന്നുണ്ട്. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി വളർന്നു വന്നു. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ, തൃശ്ശൂരിലെ ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ട് കമ്പനികളും കണ്ണൂരും കോഴിക്കോടും കൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു. ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമായി വളർന്നു വന്നു. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചേഴ്സാണ്. ആധുനിക വ്യവസായങ്ങളുടെ ഉദയം. 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ് ആധുനിക വ്യവസായശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. അവയിൽ ഭൂരിഭാഗവും തിരുവിതാംകൂറിലെയും കൊച്ചിയിലുമായിരുന്നു. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി. പള്ളിവാസൽ വൈദ്യുതി നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതി നിലയമാണ്, ജലവൈദ്യുതി നിലയമാണ് പള്ളിവാസൽ എന്ന് പറയുന്നത്. പള്ളിവാസൽ വൈദ്യുതി നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി. പുനലൂർ പേപ്പർ മിൽ എവിടെയാണ്? കൊല്ലം. കളമശ്ശേരിയിലെ FACT എറണാകുളം. കുണ്ടറ സിറാമിക്സ് കൊല്ലം. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. അളഗപ്പ തുണിമിൽ കൊച്ചി. ഇങ്ങനെ പ്രധാനപ്പെട്ട പല വ്യവസായശാലകളും അതുമായിട്ട് ബന്ധപ്പെട്ടതും ഈ ജില്ലകളിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ബാങ്കുകൾ ഈ കാലത്ത് കേരളത്തിൽ വളർന്നു വന്നു. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്കായിരുന്നു. തുടർന്ന് ഇമ്പീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവ നിലവിൽ വരുന്നുണ്ട്. സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം. യൂറോപ്യന്മാരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിക്കുന്നത്. മലയാളത്തിലെ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജെസ്യൂട്ട് മിഷണറിമാരായിരുന്നു. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. മിഷനറിയായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ മലയാളത്തിലെ ആദ്യ പത്രങ്ങളാണ്. മിഷനറി സംഘവും അവരുടെ പ്രവർത്തന മേഖലയും കൊടുത്തിട്ടുണ്ട്. ലണ്ടൻ മിഷനറി സൊസൈറ്റി LMS തിരുവിതാംകൂർ ആയിരുന്നു പ്രധാനമായിട്ടും പ്രവർത്തിച്ചിരുന്നത്. ചർച്ച് മിഷൻ സൊസൈറ്റി CMS കൊച്ചി തിരുവിതാംകൂർ ഏരിയയിലായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ
മലബാറിലായിരുന്നു. ജാതിഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ മിഷണറികൾക്ക് ഭൂമി ദാനമായി നൽകി. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിഭായ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ശ്രദ്ധേയമാണ്. അപ്പോൾ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഗൗരി പാർവതിഭായ്. ഏത് വർഷമാണ്? 1817. കുറ്റാരോപിതൻ്റെ ജാതിയെ അടിസ്ഥാനമാക്കിയാണ് വിചാരണയും ശിക്ഷയും നടപ്പാക്കിയിരുന്നത്. ഈ നീതിന്യായ വ്യവസ്ഥയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പരിഷ്കരിച്ചു. ഏകീകൃതമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ തുടങ്ങി. ജാതിക്കതീതമായി നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായി. കേസുകളുടെ വിചാരണയ്ക്കായി വിവിധ സ്ഥലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോടെ കേരളത്തിൽ പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതിയേക്കാൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പ്രാധാന്യം ലഭിച്ചു. വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായി നടത്തിയത് മലബാറിലാണ്. ഇക്കാലത്ത് തിരുവിതാംകൂറിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് മരുന്ന് വരുത്താൻ ഒരു കമ്പനിയെ തന്നെ രാജാവ് നിയമിക്കുന്നുണ്ട്. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ചു. കേരളത്തിലെ ചില സമുദായങ്ങൾ നിലനിന്നിരുന്ന പിന്തുടർച്ചാക്രമം മാതാവ് വഴിയുള്ള മരുമക്കത്തായമായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച യുവാക്കൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും കോടതികളിൽ വ്യവഹാരങ്ങൾ ഫയൽ ചെയ്യുകയും ചെയ്തു. തിരുവിതാംകൂറിലും മലബാറിലും കൊച്ചിയിലും മരുമക്കത്തായത്തിനെതിരായ നിയമങ്ങൾ നിലവിൽ വന്നു. മക്കത്തായ സമ്പ്രദായത്തിനാണ് ഈ നിയമങ്ങൾ ഊന്നൽ നൽകിയത്. തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിച്ചു. ഇത് തറവാട്, കൂട്ടുകുടുംബം എന്നിവയുടെ തകർച്ചയ്ക്ക് കാരണമായി.